ഇതോടുകൂടി ആൻഡമാൻ വ്ലോഗ് അവസാനിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ആൻഡമാനിൽ. രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ പൂരി സബ്ജിയും അതുപോലെ മസാല ദോശയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്ന് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് സെല്ലുലാർ ജയിലിലേക്കാണ്. ഓൾറെഡി സെല്ലുലാർ ജയിലിലെ ഷോയൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി സെല്ലുലാർ ജയിലൊന്ന് കയറി കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്ന് അവിടെ മാത്രമേ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 1:30 ഇന്ന് ഫ്ലൈറ്റ്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഇതുപോലെ ഇമോജിയൊക്കെ ഉള്ളൊരു കപ്പിൽ ടീയും കോഫിയൊക്കെ തരുന്ന കാണും. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ പറഞ്ഞ് നേരെ സെല്ലാർ ജയിലിലേക്ക് പോയി. അതിൻ്റെ വ്ലോഗ് ഞാൻ പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പായിട്ട് നേരെ എയർപോർട്ടിലേക്ക് വന്നു. അവിടെ നിന്നൊരു ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അത്രേ വരുന്നുള്ളൂ എയർപോർട്ടിലേക്ക്. ചെറിയ മഴയുള്ളതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണെന്ന് പറഞ്ഞു. അപ്പം 1:30 ഹാഫ് ആൻ അവർ ഡിലേ, 2 മണിയാവും എന്നൊക്കെ പറയുന്ന കേട്ടു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറി അവിടുത്തെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ലഗേജ് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുത്തെ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല, അവിടെ ഒരു റൂഫ് പോലെയാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ റൂഫ് തട്ടുമ്പോൾ നല്ല സൗണ്ട് അവിടെ കേൾക്കാൻ പറ്റും. അങ്ങനെ ലഗേജൊക്കെ ഡ്രോപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഷോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി കണ്ടു. നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് എന്തോ ഒരു ചെറിയ വിശപ്പടിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്തെങ്കിലും അവിടുന്ന് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടുന്ന് ഒരു എഗ് പപ്സും ജ്യൂസും ഒക്കെ മേടിച്ച് കുടിച്ചു. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റ് ഒരു ഹാഫ് ആൻ അവർ ഡിലേ ആണ്. അങ്ങനെ ഞങ്ങൾ പപ്സൊക്കെ മേടിച്ച് കഴിച്ചു എയർപോർട്ടിൽ നിന്ന്. കൊള്ളായിരുന്നു, ചൂടുണ്ടായിരുന്നോണ്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് സമയമുണ്ടല്ലോ, അങ്ങനെ അവിടെയുള്ള മൊത്തം ഷോപ്പുകളും ഞങ്ങളിങ്ങനെ കയറി നടന്ന് കണ്ടു. അങ്ങനെ ഫ്ലൈറ്റിന് സമയമായി. അങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ പോവാണ്. ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ ഫ്രണ്ട് സീറ്റ് കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട് സീറ്റായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇതേപോലെ ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അതേപോലെ കിട്ടി. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചിരുന്നു. ദേ നിൽക്കുന്നു നമ്മുടെ എയർ ഹോസ്റ്റസ് ചേച്ചി. അങ്ങനെ അത്രയ്ക്ക് വലിയ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് വെതർ അത്ര സുഖമില്ലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് ചെന്നൈ മെട്രോയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ട്രെയിന് കോയമ്പത്തൂരേക്ക് നൈറ്റ് ഒരു 11:30 അപ്പോൾ ഇനി സമയമുണ്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 4:30-5 മണിയായിട്ടുള്ളൂ. ഇനിയും 11:30 മണി വരെ സമയമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിലൊക്കെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പെറോട്ടയും ഗോബി മഞ്ചൂരിയും പൂരിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് അടുത്ത് ഒരു മോളുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സിനിമ കാണാമല്ലോ, അങ്ങനെ സമയം പോകുമല്ലോ എന്ന് കരുതി അടുത്തുള്ള മാൾ ഏതാണോ അത് നോക്കി അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ പോയപ്പോഴത്തേക്കും നമ്മുടെ ആഭ്യന്തര കുറ്റവാളി സിനിമ നടക്കുന്നു. അപ്പോൾ പിന്നെ അത് കയറി കണ്ടു. അങ്ങനെ 2 മണിക്കൂർ പോയി കിട്ടി. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇത് ആ ഒരു തിയേറ്ററിനുള്ളിലെ ഇൻറ്റീരിയറാണ് കേട്ടോ. നല്ല രസമുണ്ട്, പണ്ടത്തെ കൊട്ടാരത്തിൻ്റെ മറ്റു സംഭവമൊക്കെ ചെയ്തിരിക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 10 മണിക്ക് എന്തായാലും മോൾ അടയ്ക്കുമല്ലോ, അത്രയും സമയം ഞങ്ങൾ അവിടെ വന്ന് ഫുള്ള് നടന്ന് കണ്ടു. 10 മണി വരെ സമയമുണ്ട്. നമുക്ക് 11:30 ട്രെയിന്. പക്ഷെ ഇപ്പം നോക്കിയപ്പോഴത്തേക്കും ട്രെയിന് ഡിലേ ആണ് 3 മണിക്കൂർ. അപ്പോൾ എന്തായാലും ട്രെയിനൊരു 2-2:30 ആവും എന്നൊക്കെ ഉള്ളത് അറിഞ്ഞു. പിന്നെ ഞങ്ങൾ മോളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നേരെ വീണ്ടും ഞങ്ങൾ വന്നു എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ട്രെയിൻ കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ആകുമ്പോൾ എത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ലോഗ്. ബൈ ബൈ, താങ്ക് യു സോ